വേറെ മേടിച്ചോണ്ടാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ചലഞ്ചുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജോളോ ചിപ്പിൻ്റെ ചലഞ്ചുമായിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ജോളോ ചിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. വേൾഡിൽ തന്നെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം അതിൻ്റെ ഒരു ചലഞ്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് റെക്കോർഡ് ചെയ്ത സമയത്ത് നമ്മുടെ മൈക്കിന് ശാല ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിപ്പം സെപ്പറേറ്റ് വോയിസ് ആയിട്ടാണ് ഓഡിയോ ഇട്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഫസ്റ്റ് ഞാൻ ഇതൊന്ന് കഴിക്കാം. അതിൽ ഞാൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ നല്ല എരിവുണ്ട്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് നല്ല രീതി എരിഞ്ഞ് വരും. കഴിക്കുമ്പോൾ നിറകയിലൊക്കെ കയറാതെ തന്നെ നോക്കും. നിറകയിൽ കയറിയാൽ നല്ല സീനായിരിക്കും. മാക്സിമം ലേഡീസോ കുട്ടികളോ ഒക്കെ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നല്ല എരിവുണ്ട്, അവർക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരിക്കും. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്ക് വലിയ കുഴപ്പമില്ല. എരിവ് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞ് വരും. പിന്നെ വെള്ളമൊക്കെ കുടിക്കുമ്പോഴത്തേന് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഐസ്ക്രീമൊക്കെ കൺട്രോൾ ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ 5 മിനിറ്റ് എന്തായാലും നല്ല എരിവ് വരുന്നുണ്ട്. ചേട്ടാ, ഞങ്ങൾ കോബ്രോസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണേ. അപ്പോൾ ഞങ്ങൾ പബ്ലിക് ചലഞ്ചും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ജോളോ ചിപ്പിന്റെ ഒരു ചലഞ്ചുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ജോളോ ചിപ്പ് എന്താണെന്നൊക്കെ അറിയുകയൊക്കെ ചെയ്യാവോ? കേട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം. അപ്പം വേൾഡിലെ ഏറ്റവും ഹോട്ടസ്റ്റ് സ്നാക്കാണ്, ഏറ്റവും എരി കൂടിയ സ്നാക്കാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് കഴിക്കുമ്പോൾ നല്ല എരി നമുക്ക് ഫസ്റ്റ് വരും. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് നിറുകെ കയറാതെ അങ്ങ് നോക്കിയാൽ മതി. പിന്നെ ഇതിന്റെ പൊടിയൊക്കെ എടുത്ത് മുഖത്ത് നോക്കാതെ നമ്മൾ നോക്കിയാൽ മതി. 5 മിനിറ്റ് നമ്മളൊന്ന് ഇതായി ശരിയാണെങ്കിൽ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പൊ ചേട്ടൻ ഓക്കെ ആണോ? ഓക്കെ. ചിലപ്പം നല്ല എരി ഒരു സീനാകാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമൊന്നും ഇല്ലല്ലോ, സ്വന്തമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തോളൂ. ഓക്കെ. ചേട്ടാ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് ഷാജു. ചേട്ടൻ എന്താ വർക്ക് ചെയ്യണം? എന്ത് ചെയ്യണം? വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ. എവിടെ വീട് വരുന്നത്? എവിടെ? വീട് തിരുവല്ല, മേപ്പള എന്ന് പറയും. തിരുവല്ല ഒരു 17 സീറ്റ് ട്രാവലറാ, AQ എന്ന് പറയും. ഓക്കെ. അതുകൊണ്ട് ഓട്ടം വന്നപ്പോഴാണ് സീനാവോ? ഞങ്ങൾ വേറെ വിളിക്കേണ്ടി വരുമോ? കുഴപ്പമില്ല. അതാണ് നമ്മൾ ചേട്ടന് കൊടുക്കുവാണ്. ചേട്ടാ, കണ്ണിലൊക്കെ പൊടി വീഴാതെ നോക്കിക്കോണം. ഓക്കെ, കഴിക്കാം. എന്തൊരു സീനുണ്ട്, പാനിക്കാകരുത്. ഓക്കെ, അത്രയ്ക്ക് ഇതൊന്നും ഇല്ല, നമ്മളിതൊക്കെ കഴിക്കാതേ ഉള്ളൂ. ഇങ്ങനെ മൊത്തമായിട്ട് കഴിക്കണോ അതോ? അത് ചേട്ടന് ഇഷ്ടം. ചെറിയ പീസ് കഴിക്കാലോ. ഓക്കെ, നിങ്ങൾ കണ്ടേ? കളഞ്ഞോ. ചേട്ടൻ ഇതൊന്നും സീനല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയുണ്ട് പറയാൻ പറ്റുമോ? കഴിച്ചോ. കുഴപ്പമില്ല.
എരിയുന്നുണ്ട് വരുന്നുണ്ട്. മുഖത്തൊന്നും തൂക്കായിരുന്നാ മതി. ഞങ്ങൾ സജ്ജരായിട്ട് ഇവിടെ ഉണ്ട്. ഇത് സംഭവം മറ്റേ ഇതിന്റെ പൊടി അങ്ങ് ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള മുളകിന്റെ ഇതാണ് വരുന്നത്. ലാസ്റ്റ് പീസ് ചേട്ടൻ സീനൊന്നും ഇല്ല തോന്നുന്നു കേട്ടോ. ഇല്ല, ഒരു മിനിറ്റ് ഇപ്പൊ കഴിയും. ഇച്ചിരി എരി കൂടി വരും. കൈ കഴിയണോ? അതെ, എന്തിനാ? എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേനും ഉള്ളവരും പറഞ്ഞ അത്രയ്ക്ക് എരിവ് ഇപ്പൊ തോന്നില്ല. പിന്നീട് തോന്നിക്കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ചേട്ടാ വെള്ളം വേണോ, ഐസ്ക്രീം വേണോ, എല്ലാം ഉണ്ട്. വെള്ളം കുടിച്ചേക്കാം. ഓക്കെ, ചേട്ടൻ സീനൊന്നുമില്ല കേട്ടോ. ഞാൻ ഇച്ചിരി ഇതെല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ വലിയ എരിവായിട്ട് അങ്ങനെ വലിയ സീനൊന്നും ഇല്ല. എന്റെ വീട് കളഞ്ഞേക്ക കേട്ടോ. ആ വിഷയമൊന്നുമില്ല. വലിയ സീനൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണോ? എന്തിനാ വൺ ഡ്രൈവ് വണ്ടിയൊക്കെ ഓടിക്കട്ടെ. അതെ, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പ്രശ്നമില്ല. ഇച്ചിരി ഒരു ചേട്ടാ നമ്മള് 500 രൂപ ഇതിനൊരു ഇത് സമ്മാനമായിട്ടുണ്ട്. ചേട്ടാ ഇത്രയും ഓക്കെ. ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇത്രയും ക്രൗഡിന് ഇടയ്ക്കായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചേട്ടാ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞേ. എന്റെ 7025 ഷാജു അല്ലേ? ചേട്ടാ 500 നമ്മള് എന്റെ സമ്മാനം പേയ്മെന്റ് ലോഡിങ് ഞാൻ സെൻഡ് ചെയ്തിരുന്നത്. അപ്പം കണ്ടത് പരിചയപ്പെട്ടതിൽ സന്തോഷം. വേറെ എന്തെങ്കിലും വേണോ? എന്തെങ്കിലും മതി. ചേട്ടൻ വെള്ളം വെച്ചു. കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ പറയില്ല, വായിക്കാതെ ആ ചെറിയൊരു എരിവ് എനിക്ക് എത്ര തോന്നുള്ളൂ. എല്ലാരും ചേട്ടന്റെ ഒരു പവർ വെച്ചിരിക്കും, അത്ര ഇതൊക്കെ ഉള്ളൂ. നല്ല കീറ. ശരിയേട്ടാ, ശരി. മൈക്ക് ചേട്ടാ, ഞങ്ങളെ കോബ്രോസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണേ. ഞങ്ങളൊരു ഫുഡ് ചലഞ്ചുമായിട്ട് വന്നതാണ്. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ജോളോ ചിപ്പിന്റെ ഒരു ചലഞ്ചാണ് ചെയ്യുന്നത്. അപ്പം പേരെങ്ങനെയായിരുന്നു? അസീം. ഇവിടെ സ്ഥലം എവിടെ വരുന്നത്? ഇവിടെ ആലപ്പുഴ തന്നെ വരുന്നത്. ജോളോ ചിപ്പിന്റെ ഇത് അറിയാവോ, ഇതിന്റെ കാര്യങ്ങൾ? കണ്ടിട്ടുണ്ട് ചില വീഡിയോസിൽ. അപ്പം ഏറ്റവും എരിയുള്ള ഒരു സ്നാക്കാണ് വരുന്നത്. അപ്പം അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ? ഓക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയായിരുന്നു. അപ്പൊ ആദ്യം ഒരു 5 മിനിറ്റ് നല്ല എരിയും കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷെ ഓരോരുത്തരുടെ ഒരു ഇതുപോലെ ഇരിക്കും. ഇപ്പൊ ഒരു ചേട്ടൻ കഴിച്ചിട്ട് പുള്ളിക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. അപ്പം ജസ്റ്റ് ഇത് കഴിക്കുമ്പോൾ നിറകെ കയറാതൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. പിന്നെ കൈ പെട്ടെന്ന് എടുത്ത് മുഖത്ത് തൂക്കാറ് നല്ല ഏരിയ ആയിരിക്കും. വേറെ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളോ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? ഇല്ല. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ലല്ലോ. ഇല്ല. ഗൂഗിൾ പേ നമ്പർ എന്ന് പറഞ്ഞു. ഫോൺ നമ്പർ പറഞ്ഞേ. 7593 പേയ്മെന്റ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ എന്തെങ്കിലും സീനുണ്ടോ? ആശുപത്രി പോകണം, എന്തെങ്കിലും വേണം? ഒരു കുഴപ്പമൊന്നുമില്ല. വെള്ളം കഴിച്ചു. ശരി, ഓക്കെ, ശരിയാണ് ബ്രോ. താങ്ക്സ് ബ്രോ. നമ്മളെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരികയാണ്. കോബ്രോസ് എന്നാണ് ഞങ്ങളുടെ ചാനലിന്റെ പേര്. ഞങ്ങൾ പബ്ലിക് ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ഇത് നമ്മൾ ചെയ്യാൻ വന്നിരിക്കുന്നത് ജോളോ ചിപ്പിന്റെ ചലഞ്ചാണ് വന്നിരിക്കുന്നത്. പേരെങ്ങനെയായിരുന്നു? ആദിത്യൻ. ആദിത്യൻ. എവിടെ സ്ഥലം വരുന്നത്? എവിടെ സ്ഥലം നമ്മുടെ ആലപ്പുഴ. എന്നെ പഠിക്കുവാണോ വർക്ക് ചെയ്യുവാണോ? പഠിക്കുകയാണ്. എന്താ പഠിക്കുന്നത്? നേഴ്സിംഗിന് പഠിക്കും. നേഴ്സിംഗ് പഠിക്കുകയാണ്. ഏത് ഇയറാ? തേർഡ് ഇയർ. അപ്പം ജോളോ ചിപ്പിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാവോ? കണ്ടിട്ടുണ്ട്, വീഡിയോ കാര്യം കണ്ടിട്ടുണ്ട്. പിന്നെ കഴിക്കുമ്പോഴത്തേന് നിറകെ കയറാതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കണം. പിന്നെ കൈ മുഖത്ത് തൂക്കാതെ നോക്കണം. ടൈം ലിമിറ്റ് ഒന്നുമില്ല, സാവധാനം കഴിച്ചാൽ മതി. പീസ് എടുത്താൽ പോലെ കഴിച്ചോ. എങ്ങനെയുള്ളൂ കഴിച്ചോ, ഫുള്ള് കഴിക്കണമെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. വെള്ളം വില വേണോ? കുടിച്ചോ. എത്ര വെള്ളം കുടിച്ചോ? ഐസ്ക്രീം എന്തെങ്കിലും മേടിക്കണോ? ഞാൻ മേടിച്ചിട്ട് തരാം. കുഴപ്പമില്ല, പ്രതീക്ഷിക്കുന്ന കുഴപ്പമില്ല. നമ്മൾ സാധാ കഴിക്കുന്ന പോലൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഇച്ചിരി എഫക്റ്റ് ഉണ്ട് കഴിച്ചു കഴിയുമ്പോൾ. സക്സസ്ഫുള്ളി ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ആള് ധൈര്യപൂർവ്വം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാണ്. കുഴപ്പമൊന്നുമില്ല. എല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ. നമ്മൾ ബ്രോയ്ക്ക് പേയ്മെന്റ് ചെയ്യുവാണ്. ബ്രോ ഗൂഗിൾ പേ നമ്പർ എന്ന് പറഞ്ഞ് 8590 76. ബ്രോ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സീനുണ്ടോ? വെള്ളം എന്തിനും വേണോ? ഒരു കുഴപ്പമില്ല. ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ. വെള്ളം കൈവച്ചോ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിന്ന് ജോളോ ചിപ്പിൻ്റെ ചലഞ്ചുമായിട്ടാണ് വന്നത്. അപ്പം 3 പേരാണ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തത്. അവരത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കഴിച്ചു. അപ്പം ലാസ്റ്റ് ഒരെണ്ണം അധികം വന്നിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ കഴിച്ച് നോക്കുവാണ്. തുടക്കം തന്നെ നല്ല എരിയായിരിക്കും. തുടക്കം തന്നെ പോയല്ലോ. ഞാൻ മൊത്തം കൂടെ കഴിക്കുമായിരുന്നല്ലോ. ഇരിക്കുന്നില്ല. വേറെ മേടിച്ചോണ്ടാ ഇപ്പോഴും ആദ്യം കഴിക്കുന്നതൊക്കെയാണ് ഇത്. എന്നാ കണ്ണൊക്കെ സന്തോഷം കൊണ്ട് കണ്ണ് നിറയാണ്. വെള്ളം തേരിക്കുന്നു. ഞാൻ വെള്ളം പോലും ഇല്ലാതെ കഴിച്ചേ. എന്നാ നല്ല എരിവുണ്ട്. പക്ഷെങ്കിൽ നല്ല എരിവുണ്ട്. നല്ല എരിവുണ്ട്. കൊച്ചു പിള്ളേർക്കും ചിലപ്പോൾ ലേഡീസിനൊന്നും കഴിക്കാൻ പറ്റുന്ന തരത്തില്ല. നല്ല എരിവുണ്ട്. ഞാൻ വെള്ളം പോലും ഇല്ലാതെ കഴിച്ചോണ്ടായിരിക്കും വരുന്നതല്ലേ. എനിക്ക് 2 കുപ്പി വെള്ളം എത്ര നേരം കഴിഞ്ഞെനിക്ക് കിട്ടി. കുപ്പി വെള്ളം ആദ്യം തന്നു. ഐസ്ക്രീം പോലും ഇല്ല. മേടിച്ചോണ്ട് ഒരു കുപ്പി വെള്ളം കൂടെ തിരിപ്പുണ്ട്. ഒരു പുറകിലുണ്ട്. എടുത്തു. കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എരിവാണ്.
ഒരു വെള്ളം കൂടെ കുടിച്ചേക്കാം. ഇവിടെ ഇരിക്കുന്നു. ഐസ്ക്രീം ഇതുവാ വേണോ? അല്ല വേണമെങ്കിൽ ഒന്ന് മേടിച്ചേക്കാം. വേണ്ട, എനിക്ക് കുഴപ്പമില്ല. മേടിക്കാം. കൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവനാണ് കൂട്ടുകാരൻ. എത്രയും താമസിച്ച് ഐസ്ക്രീം കൊണ്ടുവരാൻ ഇവൻ കൊണ്ടുവന്നത്. ഒരു 10 മിനിറ്റോളം എടുത്തിട്ടാണ് ഇവർ ഈ ഐസ്ക്രീം ഉണ്ടായിക്കൊണ്ട് വന്നത്. നിനക്ക് എരിയില്ലല്ലോ, വലിയ കുഴപ്പമില്ല. ഐസ്ക്രീം തിന്നില്ല നമുക്ക് വലിയ സീൻ എന്നാ നീ വെച്ചു. ഐസ്ക്രീം കിട്ടിയില്ല നമുക്ക് വലിയ സീൻ. ഇതൊക്കെ ഒന്നുമില്ല, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ആ നാക്കിൽ ചെറിയൊരു കുത്തലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല എരിവുണ്ട് ഇത്, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എരിവാണ്. ലേഡീസിന് അതുപോലെ തന്നെ കൊച്ചു പിള്ളേർക്കൊന്നും അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്കൊക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, വലിയ സീനില്ല. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.